വെൽക്കം ടു ടോയ്സ് ഹബ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചുരക്ക കൊണ്ടുള്ളൊരു സ്വീറ്റാണ്, ബർഫി. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ചുരക്ക, പാല്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, പാൽപ്പൊടി, ഡ്രൈ ഫ്രൂട്ട്സ്, അത് ബദാമും കാഷ്യൂനട്ടും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, നെയ്യ്. അപ്പം നമുക്ക് ആദ്യം ചുരക്ക കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം. നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചുരക്ക തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളാക്കാം. ഇതിനകത്തെ അരി ഒക്കെ മാറ്റാം. ചുരക്ക നമ്മൾ കുരുവെല്ലാം മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചുരക്ക നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞ് നമുക്ക് വെള്ളമെല്ലാം കളയാം. ചുരക്ക പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാലെല്ലാം വറ്റി നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ പാലെല്ലാം ഇതിൽ പിടിക്കണം. അതുവരെ നമുക്ക് വേവിക്കാം. പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കളർ ചേർക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇനി കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 സ്പൂണേ ഇവിടെ ചേർക്കുന്നുള്ളൂ. രണ്ട് സ്പൂൺ നെയ്യ്, ഒരു സ്പൂൺ ഏലക്കാപ്പൊടി, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് ബദാമും കാഷ്യൂനട്ടും ചെറുതായി അരിഞ്ഞതാണ്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒട്ടും വെള്ളമില്ലാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട്. ലൗക്കിയുടെ ചുരക്ക ബർഫി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് നെയ്യോ ബട്ടറോ എന്താ വെച്ചാൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് തണുക്കാനായിട്ട് വയ്ക്കാം.
നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.